ചിന്തകളിൽ ഒരിക്കലും വിക്കിയിട്ടേ ഇല്ലാത്ത ഒരാൾ എന്നുള്ളതാണ് EMSനെ പറ്റി മലയാളിക്കുള്ള ഏറ്റവും ദീപ്തമായ ഓർമ്മ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒ.വി. വിജയനാണ് അതിനൊരു അടിവര പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. EMSനോട് മലയാളികൾ കടപ്പെട്ടിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്കൊരിക്കലും അവസാനിക്കാത്ത ധിക്കാരം അല്ലെങ്കിൽ ധാർഷ്ട്യം തന്നു എന്നതുകൊണ്ടാണ് എന്ന്. EMSനെ ഓർക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ്, രാഷ്ട്രീയ സ്മൃതികളാണ് മലയാളികൾക്ക് വരുന്നത്. ജീവിതാവസാനം വരെ എഴുതിക്കൊണ്ടേയിരുന്ന ഒരാൾ, വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാൾ, ചിന്തിച്ചുകൊണ്ടേയിരുന്ന ഒരാൾ എന്നതിനേക്കാൾ പുറത്ത് രാഷ്ട്രീയം ജീവിതമായും ജീവിതം രാഷ്ട്രീയമാക്കിയും പരിവർത്തനപ്പെടുത്തിയ ഒരാൾ. 1942 ജയിൽ ജീവിതം കഴിഞ്ഞ് EMS പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. ആദ്യമായി ജയിൽ ജീവിതം കഴിഞ്ഞ് EMS ദീർഘകാലത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് ജയിൽ ജീവിതം കഴിഞ്ഞ് EMS പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുന്നു. അടുത്തിട്ട് മനുഷ്യർ അദ്ദേഹത്തെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. EMS സംസാരിച്ചു തുടങ്ങുന്നു. 100,000 വിപ്ലവ സ്മരണകൾ, 100,000 സ്വപ്നങ്ങൾ, 100,000 രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വേദി. EMS സംസാരിച്ചു തുടങ്ങുമ്പോൾ EMSന് ഒരു വാക്ക്, ഒരു വരി വർത്തമാനം പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ വിക്കി വിക്കി കുഴമറിയുകയാണ്. EMS ഖിന്നനായി നിൽക്കുന്ന ആ നിമിഷം, ആളുകൾ നിശബ്ദനായി നിൽക്കുന്ന ആ സദസ്സിൽ പാർട്ടി സെക്രട്ടറിയായ AV കുഞ്ഞമ്പു കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് ഞാൻ വായിക്കുന്നത്. കൊച്ചുകുട്ടികളെപ്പോലെ പാർട്ടി സെക്രട്ടറി പൊട്ടിക്കരയുന്നത് വർത്തമാനം പറയാൻ കഴിയാതെ EMS നിൽക്കുന്ന ആ നിൽപ്പിലാണ്. പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ EMS മലയാളി കേൾക്കുന്ന ഏറ്റവും മനോഹരമായ പ്രഭാഷണങ്ങൾ നടത്തുകയും മലയാളിയുടെ തലച്ചോറിനെ രാഗിമൂർപ്പിക്കുന്ന ചിന്തകൾ നേരുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ തേജസ്. EMS ആരാണ് മലയാളിക്ക്? ആദ്യം അധികാരത്തിലേറുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന നിലയിൽ ആദ്യം താൻ ഒപ്പിടുന്ന ഫയൽ കുടി ഒഴിപ്പിക്കൽ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കണമെന്ന് വാശിയുണ്ടായിരുന്ന EMS. പൊതു ആരോഗ്യം, പൊതുജന വിദ്യാഭ്യാസം, പൊതു വിതരണ സംവിധാനം, ജനകീയാസൂത്രണം പോലെയുള്ള പദ്ധതികളാണ് ഈ നാടിന്റെ നാഴികക്കല്ലായി മാറുക എന്ന് തിരിച്ചറിഞ്ഞ് അതിന് തുടക്കമിട്ട EMS 1969 അന്നത്തെ മുന്നണി പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ, രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ പേരിൽ അധികാരം ഉപേക്ഷിച്ചിറങ്ങുമ്പോൾ EMS ശാന്തിനഗറിലെ തൻ്റെ വീട്ടിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് താൻ എടുത്തുകൊണ്ടുവന്ന ചില ഫയലുകളോടൊപ്പം പേപ്പർ വെയിറ്റും പേനയും പേപ്പറും എണ്ണി തിട്ടപ്പെടുത്തി തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കൊടുത്തുവിടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നൊരു മാധ്യമപ്രവർത്തകൻ എഴുതുന്നത്, ഈ ആന കുളിക്കാൻ ജലത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഈ ജലം അത് മണ്ണും കുടഞ്ഞെറിയും, അതുപോലെ EMS അധികാരത്തെ കുടഞ്ഞെറിയുകയാണ് എന്നാണ്. അധികാരത്തെ കുടഞ്ഞെറിയാൻ എങ്ങനെയാണ് കഴിയുന്നത്? കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ, കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ പരമമായ അർത്ഥം സ്വകാര്യ സ്വത്തിനെതിരാണ് എന്ന് നമുക്കറിയാം. സ്വകാര്യ സ്വത്തിനെതിരാണ്. EMS അത് ജീവിതമാക്കി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? EMS തനിക്കുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും വിറ്റിട്ടാണ്. തനിക്ക് പാരമ്പര്യ സ്വത്തായി കിട്ടിയ 75,000 രൂപയിൽ 50,000 രൂപ ദേശാഭിമാനിക്ക് കൊടുത്ത EMS അതിനെപ്പറ്റി മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ പറയുന്നൊരു ഉത്തരമുണ്ട്. പാറോല മാത എന്ന് പറയുന്ന സാധുവായ കർഷക തൊഴിലാളി സ്ത്രീ തൻ്റെ പശുവിനെ വിറ്റ് ദേശാഭിമാനിക്ക് കൊടുത്ത തുകയോളം വലുതല്ല തൻ്റെ 50,000 രൂപ എന്നാണ് EMS പറയുന്നത്. പാറോല മാതയേക്കാൾ ചെറുതാണ് താൻ എന്നാണ് EMS പറയുന്നത്. EMS ബ്രാഹ്മണനായി ജനിച്ച് ഋഗ്വേദം പഠിച്ച് സംസ്കൃതം പഠിച്ച ഒരാളാണ്. തൻ്റെ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ ഒരാളാണ്. തൻ്റെ പൂണൂല് പൊട്ടിച്ചെറിയുകയും ബ്രാഹ്മണ്യത്തിന്റെ യാഥാസ്ഥിതികതകൾക്കെതിരെ പോരാടുകയും ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. തൻ്റെ അമ്മ മരിച്ച ശേഷം പോലും അമ്മയുടെ മൃതശരീരം കാണാൻ താൻ വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ അമ്മയുടെ ചിത കത്തിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമ്മയുടെ മൃതശരീരം കാണാനാകാതെ മടങ്ങിപ്പോയൊരു മകന്റെ പേരാണ് EMS. ബാബറി മസ്ജിദിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ EMS ദേശാഭിമാനിയിൽ എഴുതി, നമുക്ക് വേണമെങ്കിൽ താഴെ പള്ളിയും മുകളിൽ അമ്പലവും പണിയാം, മുകളിൽ അമ്പലവും താഴെ പള്ളിയും പണിയാം, അടുത്തടുത്തായി അമ്പലവും പള്ളിയും പണിയാം. അങ്ങനെ ഒരു ആലോചന ലോകത്ത് ബാബറി മസ്ജിദിന്റെ വിധ്വംസാത്മകമായ രാഷ്ട്രീയ കാലഘട്ടത്തിൽ, തകർക്കപ്പെട്ട കാലഘട്ടത്തിൽ EMS മുന്നോട്ട് വെക്കുന്നത് മതത്തിന് അതീതമായി മനുഷ്യർക്ക് ജീവിതത്തെയും ദൈവത്തെയും മതേതരത്വത്തെയും തൊടാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവിലാണ്. അത് വലിയൊരു ആലോചനയാണ്. EMS 40,000 പേജുകളാണ് തൻ്റെ ജീവിതം കൊണ്ടെഴുതിയത്. 40,000 പേജുകൾ അദ്ദേഹം മരണം വരെ ചിന്തയിൽ, ദേശാഭിമാനിയിൽ, ഫ്രണ്ട് ലൈനിലടക്കം. ഫ്രണ്ട് ലൈനിൽ ആദ്യമായി ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചതിൻ്റെ പ്രതിഫലമായി 12,000 രൂപ EMSന്റെ വീട്ടിലേക്ക് അയച്ചതിൻ്റെ ഒരു ഓർമ്മ ഫ്രണ്ട് ലൈനിൻ്റെ എഡിറ്ററായ റാം പങ്കുവെക്കുന്നുണ്ട്. 12,000 രൂപ കിട്ടുമ്പോഴത്തേക്കും EMS എൻറാമിന് മറുപടി അയക്കുകയാണ്, ഈ പണം എൻ്റെ പേരിലല്ല അയക്കേണ്ടത്, ഈ പണം പാർട്ടി അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്. EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വാശി പിടിച്ചിരുന്നതിനെ പറ്റി മകൾ പറയുന്നുണ്ട്. ഒരിക്കൽ പോലും EMSന്റെ മക്കൾ മുഖ്യമന്ത്രിയായി EMS എന്ന അച്ഛനുണ്ടായിരുന്ന കാലത്ത്
ഗവൺമെന്റ് കാറിൽ കയറിയിട്ടില്ല, ഗവൺമെന്റ് കാറിൽ മക്കൾ കയറരുത് എന്ന ശാഠ്യം ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് EMS. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് സാധാരണ ജീവിതം നയിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് മാധ്യമത്തിൽ നിന്നോ മറ്റൊരു ലേഖനം എഴുതിയതിന് കിട്ടിയ തുക അതിന്റെ ചെക്ക് ഭാര്യ ചോദിക്കുമ്പോഴത്തേക്കും ഭാര്യയോട് ദേഷ്യപ്പെടുന്ന EMSനെ വേണു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹായി ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പാർട്ടി നിനക്ക് ഈ വർഷം എത്ര സാരി തന്നു? 2 സാരി. പാർട്ടി EMSന് ഒരു വർഷം 2 സാരി കൊടുക്കും. EMSന്റെ ഭാര്യയ്ക്കും EMSനുമായി 2 സാരിയും 2 ഷർട്ടും കൊണ്ടുമാണ് കൊടുക്കുന്നത്. അതിന് പുറത്ത് നിനക്ക് എന്തിനാണ് സാരി എന്ന് ചോദിച്ചിട്ട് ആ കിട്ടിയ മാധ്യമത്തിൽ നിന്ന് കിട്ടിയ പണം പാർട്ടി അക്കൗണ്ടിലേക്ക് കൊടുത്തുവിടാനായിട്ട് വേണുവിനെ ഏൽപ്പിക്കുന്ന ഒരു EMSനെ നമ്മൾ കാണുന്നു. EMS സൂക്ഷ്മമായാണ് രാഷ്ട്രീയത്തെ നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് EMSന് ഇറാഖിൽ അമേരിക്കയുടെ അധിനിവേശം ഒരു സാധാരണ യുദ്ധമല്ലെന്നും അത് സാമ്രാജ്യത്വ അധിനിവേശമാണെന്നും EMS ആണ് ലോകത്താദ്യമായി എഴുതുന്നത്. EMSന്റെ ഏറ്റവും വലിയ ദുഃഖം സാമ്രാജ്യത്വത്തെ മലയാളി തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. വർഗീയതയെ മലയാളി തിരിച്ചറിഞ്ഞു, പക്ഷെ സാമ്രാജ്യത്വത്തിന്റെ ബോധ്യങ്ങളെ മലയാളി തിരിച്ചറിഞ്ഞില്ല എന്ന ദുഃഖത്തോടെയാണ് EMS മരിക്കുന്നത്. EMSന്റെ ഏറ്റവും വലിയ ഭാരമായി അദ്ദേഹത്തിന്റെ മകൾ പറയുന്നത് അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു എന്നുള്ളതാണ്. തനിക്ക് വീടുണ്ടായിരുന്നു, അദ്ദേഹം വീട് വിറ്റു, വീട് വിറ്റതിന്റെ തുക പാർട്ടിക്ക് കൊടുത്തു, അതോടെ അദ്ദേഹത്തിന് സ്വാസ്ഥ്യം കിട്ടിയെന്നാണ് EM രാധ ഓർമ്മിക്കുന്നത്. പല നിലകളിൽ EMS മലയാളിയുടെ ഭൗതിക ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, മലയാളിയുടെ ആന്തരിക ജീവിതത്തിന്റെ ഉണ്മയെ സ്വാധീനിച്ചിട്ടുണ്ട്. EMS വിക്കി പറഞ്ഞ വാക്കുകളാണ് കേരളത്തിന്റെ സാരസ്വതങ്ങളായി മാറിയത്. ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതം തോന്നി. EMS ആണ് ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തിയ മലയാളി. EMS ആണ്. EMS ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന ഒരു വരി ആത്മീയതയുടെ ഏകാധിപത്യം തകർത്താൾ എന്നാണ്. അദ്ദേഹം ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന, ഓടി നടന്ന ക്ഷേത്രങ്ങൾ പണിയുന്നത് ഒരു യാഥാസ്ഥിതിക മനോഭാവമായി തോന്നാമെങ്കിലും അതായിരുന്നു യഥാർത്ഥ വിപ്ലവം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീനാരായണ ഗുരു ആർഷ ഭാരത സംസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും മലയാളികൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് കേട്ടത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വരികളാണ് എന്ന് EMS പറയുന്നുണ്ട്. EMS 1969 അധികാരം ഉപേക്ഷിച്ച് അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സങ്കടമുണ്ടോ സഖാവേ, സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ EMS ചിരിച്ചുകൊണ്ട് വൈലോപ്പിൽ വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് പറയുന്നത്. മാമണി മലർമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാരണിച്ചെളി നീളെപ്പുരണ്ടാൽ അതും കൊള്ളാം. മാല ചാർത്തിയാലും ചെളി പുരണ്ടാലും അത് രണ്ടും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന അധികാരത്തോട് നിർമ്മമമായ മനോഭാവമുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പാർട്ടി പവനന്റെ ഓർമ്മ നമുക്കറിയാം. EMSന് മുഖ്യമന്ത്രിയായി പോകുമ്പോൾ ചത്ത് തുന്നിക്കാനായി ഭാര്യ അകത്തേക്ക് ഓടുന്നൊരു രംഗമുണ്ട്. EMSന്റെ വാച്ച് നിശ്ചലമായി പോകുമ്പോൾ അദ്ദേഹം വാച്ച് വാങ്ങിച്ചിടുന്നത് പവനൻ എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ലേഖനം പിന്നീട് കേരളത്തിന്റെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ മനുഷ്യനിൽ നിന്നാണ്. EMS തൻ്റെ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ പറവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുന്നൊരു രംഗം മലയാളിയുടെ ഓർമ്മയിലുണ്ട്. പവനൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന പവനൻ പിൻകാലത്ത് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ എഴുതുന്ന ഒരു ലേഖനത്തിൽ പറയുന്നൊരു സാങ്കല്പിക ചോദ്യമുണ്ട്. അത് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ഓർക്കേണ്ടുന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ്, ഒരു ഉത്തമനായ ഭരണാധികാരി ഓർക്കേണ്ടുന്ന ചോദ്യമായിട്ടാണ്. ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ കണാല് EMSനോട് പറയുന്നതായി സങ്കല്പിക്കുക, സഖാവേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗം അങ്ങേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ പവനൻ EMSും പറയാൻ ഇടയുള്ള മറുപടി ഇങ്ങനെയാണ് എഴുതുന്നത്, ആണോ സഖാവേ, ഞാൻ ഇപ്പോൾ തന്നെ രാജിക്കത്ത് എഴുതിത്തരാം, ആര്യയോട് ഇപ്പോൾ പറയണ്ട, കുറച്ച് കഴിഞ്ഞ് ആര്യയോട് ഞാൻ പറഞ്ഞോളാം, ആര്യ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് എഴുതിക്കൊടുത്ത അധികാരം ഉപേക്ഷിച്ച് എഴുത്തിലേക്കും വായനയിലേക്കും ചിന്തയിലേക്കും മടങ്ങാൻ കെൽപ്പുള്ള ഒരാൾ എന്ന നിലയിലാണ് EMSനെ മലയാളി ഓർമ്മിക്കുന്നത്. മലയാളിയുടെ രാഷ്ട്രീയ ഓർമ്മയിലെ ദീപ്തമായ എന്നുള്ളതിനേക്കാൾ ഗാഠമായ ഒരു ആലിംഗനമാണ് EMS. അതുകൊണ്ട് ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് ആരാകണം എന്ന ചോദ്യത്തിൽ ഉത്തരം EMS പറയുന്നുണ്ട്, സ്വയം കലഹിക്കുന്നവനായിരിക്കണം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. സലീംകുമാർ മരിക്കുമ്പോൾ അവിടെ പോയി സോഷ്യൽ മീഡിയയിൽ സലീംകുമാറിനെ തെളിവിളിക്കുന്നവനാണ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന സൈബർ പോരാളികളുള്ള ഒരു ലോകത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ പ്രതിപക്ഷമായിരിക്കണമെന്നും സഹിഷ്ണുതയാണ്, അധികാരത്തോടുള്ള നിർമ്മമതയാണ്, അധികാരം കിട്ടുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ദീപ്തമായ രാഷ്ട്രീയ ബോധമാണ്, അധികാരം ഉപേക്ഷിച്ചാലും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് EMSൽ നിന്ന് നമ്മൾ നമ്മുടെ വായനയും ചിന്തയും ഓർമ്മയും തുടങ്ങുമ്പോഴാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.